അവസാനമായി കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മാച്ച് വിന്നിംഗ് സെഞ്ചുറിയാണ് സഞ്ജു നേടിയത്. ഇതിനുശേഷം IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തി T20 ലോകകപ്പ് ടീമിലും ഇടം പിടിച്ചു. അടുത്തിടെ സിംബാബ്വേയിൽ നടന്ന T20 മത്സരങ്ങളിലും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി സഞ്ജു ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. എന്നാൽ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാൻ ഇതൊന്നും മതിയായിരുന്നില്ല. ഇന്ത്യക്ക് വേണ്ടി 16 ഏകദിനങ്ങളിൽ നിന്ന് 14 ഇന്നിംഗ്സുകളിലായി സഞ്ജു ഒരു സെഞ്ചുറി ഉൾപ്പെടെ 510 റൺസാണ് നേടിയിട്ടുള്ളത്. 55.67 ശരാശരിയിൽ 99.61 എന്ന മികച്ച ഏകദിന സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. ഇപ്പോൾ ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ടതിനാൽ വരാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയും സഞ്ജുവിന് നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലങ്കൻ പര്യടനത്തിന് തിരഞ്ഞെടുത്ത ടീമിൽ ഉടനടി മാറ്റം വരുത്താൻ തയ്യാറാവില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകളും അറിയിക്കുന്നത്. ഇപ്പോൾ അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും ചേർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ത്യൻ സംഘം മുംബൈയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പായി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. സഞ്ജുവിന് പുറമെ ഋതുരാജ് ഗെയ്ക്വാദ്, അഭിഷേക് ശർമ്മ എന്നിവരെ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സിംബാബ്വേയിൽ ഈയിടെ സമാപിച്ച T20 പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് ഇരുവരും. ഇതുമായി ബന്ധപ്പെട്ട അഗാർക്കറിന്റെ വിശദീകരണം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാതിരിക്കുമ്പോൾ ഏതൊരു കളിക്കാരനും പ്രയാസമുണ്ടാകുമെന്നും എന്നാൽ എല്ലാവരെയും 15-അംഗ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നുമാണ് ചീഫ് സെലക്ടർ പറയുന്നത്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നും തന്റേതല്ലാത്ത കാരണങ്ങളാലാണ് റിങ്കു സിംഗിന് T20 ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടാനാവാതെ പോയതെന്ന് കൂടി ഓർക്കണമെന്നുമാണ് അഗാർക്കർ പറഞ്ഞത്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിൽ രവീന്ദ്ര ജഡേജയ്ക്കും ഇടം ലഭിച്ചിട്ടില്ല. ജഡേജയെ ഒഴിവാക്കിയതല്ലെന്നും അക്സർ പട്ടേലിനെ ഉൾപ്പെടുത്താൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണെന്നും ഏകദിനത്തിലും ടെസ്റ്റിലും ഇനിയും കളിക്കാൻ ജഡേജയ്ക്ക് അവസരം ലഭിച്ചേക്കുമെന്നും അഗാർക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദിനത്തിലും ടെസ്റ്റിലും സ്ഥിരമായി നല്ലൊരു സംഘം വേണമെന്നാണ് പുതിയ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ നിലപാട്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഇതിനോട് യോജിക്കുന്നുണ്ട്. നിലവിലെ താരങ്ങൾ മികച്ചതും സുസ്ഥിരവുമായ പ്രകടനം തുടർന്നാൽ സഞ്ജുവിന് ഉടനെ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുക എളുപ്പമാവില്ല. സഞ്ജുവിനെ തഴഞ്ഞതിനെ വിമർശിച്ച് മുൻ താരങ്ങൾ ഉൾപ്പെടെയാണ് രംഗത്തെത്തിയത്. ചോദ്യങ്ങൾക്കിടെ കോഹ്ലി, രോഹിത് എന്നിവരെ കുറിച്ചും സംശയങ്ങൾ ഉയർന്നിരുന്നു. കോഹ്ലിയും രോഹിത്തും എത്ര കാലം കളിക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ പ്രസ്താവന നടത്താൻ ഗംഭീർ തയ്യാറായില്ലെങ്കിലും ചില സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോഹ്ലിയും രോഹിത്തും ലോകോത്തര താരങ്ങളാണെന്നും ഇരുവർക്കും ഇനിയും ക്രിക്കറ്റ് കളത്തിൽ സജീവമായി തുടരാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്ന് ഗംഭീർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഫിറ്റ്നസ് അനുവദിക്കുകയാണെങ്കിൽ 2027 ലോകകപ്പ് വരെ ഇരുവർക്കും കളിക്കാനാകുമെന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടു. ദേശീയ താരങ്ങൾ 3 ഫോർമാറ്റിലും കളിക്കണമെന്നതാണ് തന്റെ നിലപാടെന്ന് ഗംഭീർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കളിക്കാർക്ക് അമിതഭാരം ഉണ്ടാവുന്നത് ഒഴിവാക്കുന്നതിനുള്ള വർക്ക് ലോഡ് മാനേജ്മെന്റിനെ കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ ഗംഭീർ വിശദീകരിച്ചിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയെ 3 ഫോർമാറ്റിലും മികച്ച പ്രകടനം നടത്താൻ കഴിയുന്ന വിധം വിന്യസിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്.